telling every one of us, rise up within yourself. ദൈവം നമ്മോട് സംസാരിക്കുക, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ സടകുടഞ്ഞെഴുന്നേൽക്കുക. You have to rise up in your ministry. നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ എഴുന്നേൽക്കണം. You have to rise up in your preaching. നിങ്ങളുടെ ക്ഷമാ ജീവിതത്തിൽ നിങ്ങൾ എഴുന്നേൽക്കണം. You should rise up in your praying. എന്താണ് ഈ മീറ്റിംഗിന്റെ പേര്? ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ഗ്ലോബൽ, നിക്കോ ഗ്ലോബൽ എന്നുള്ള പേരിൽ നമ്മൾ तो इसलिए इस मीटिंग का नाम है न्यू इंडिया चर्च ऑफ गॉड ग्लोबल. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, മറ്റ് രാജ്യങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ സമയമില്ല. ഓരോ രാജ്യത്തിൽ നിന്നും ഓരോരുത്തരെ നമ്മൾ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ആ രാജ്യങ്ങളിൽ നടക്കുന്ന ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർ ചുരുക്കം വാചകങ്ങളിൽ സംസാരിക്കുന്ന, നമുക്ക് അതിനെക്കുറിച്ച് അറിവ് തരുന്ന, അവരുടെ കർത്താവ് അവിടെ ചെയ്യുന്ന സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുന്ന ചില നിമിഷങ്ങളാണ്. तो यहाँ पे जो सेक्शन होगा, मैं जानता हूँ कि यहाँ पे बहुत सारे दूसरे देशों से लोग आए हैं रिप्रेजेंट करते हुए, मगर सबको समय देना मुश्किल है, मगर कुछ लोगों को सामने बुलाया जाएगा, वो अपनी गवाहियों को बोल सकते हैं और कुछ जो मिशन वर्क हो रहा है उसके बारे में भी बता सकते हैं. അപ്പോൾ ഇനിയുള്ള മുമ്പോട്ടുള്ള മീറ്റിങ്ങിൻ്റെ ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എപ്പോഴും ഒരു ന്യൂ ആണ്. നമ്മളെല്ലാവരും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. तो आगे के प्रोग्राम में बढ़ने से पहले बताना चाहता हूँ, न्यू इंडिया चर्च ऑफ गॉड ये नाम में ही एक नयापन है. तो हम हर सब कुछ हम नया करते हैं. ഇന്ന് ഈ മീറ്റിങ്ങിന്റെ ചെയർമാനായിട്ട് നമ്മൾ വിളിച്ചിരിക്കുന്ന ഈ ഇന്ത്യക്ക് പുറത്ത് പോയി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ദൈവദാസനെയാണ്. तो जिनको आज इस मीटिंग का अध्यक्ष के लिए बुलाया है, वो ऐसा एक नौजवान है जो इन लोगों के बीच में, दूसरे देशों में जाकर लोगों के बीच में काम करने वाले सबसे उम्र में कम है जो हैं, उनको बुलाया. അത് വെറുതെ ചെയ്യല്ല, അത് വളരെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം അടുത്ത തലമുറയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. हमने ये सब कुछ सोच समझ के किया क्योंकि हम आने वाले जनरेशन पे भरोसा करते हैं. ഇന്നത്തെ യുവാക്കന്മാർ നാളത്തെ നേതാക്കന്മാരല്ല, ഇന്നത്തെ യുവാക്കന്മാർ ഇന്നത്തെ നേതാക്കന്മാരാണ്. तो आजकल जो नौजवान हैं वो कल के लीडर्स नहीं है, मगर आज के नौजवान आज के लीडर्स हैं. പാസ്റ്റർ ജോഷി, അദ്ദേഹം നമ്മുടെ പാസ്റ്റർ മോറിസിന്റെ, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ സെൻട്രൽ പാസ്റ്ററായ പാസ്റ്റർ മോറിസിന്റെ മകനാണ്. താൻ UK-യിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. പ്ലീസ് കം ഫോർവേഡ്. മാഞ്ചസ്റ്ററിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. UK-യിലുള്ള നമ്മുടെ പ്രവർത്തനത്തിൽ പാസ്റ്റർ ബിനോയിയോട് ചേർന്ന് ലീഡർഷിപ്പ് കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. നമ്മുടെ കരങ്ങളെ അടിച്ച് പാസ്റ്റർ ജോഷിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. തുടർന്നുള്ള മീറ്റിംഗിന്റെ ചെയർമാനായിട്ട് പാസ്റ്റർ ജോഷി ഇവിടെയായിരിക്കും. तो आगे का समय मैं पास्टर जोशी को देना चाहता हूं. ഹല്ലേലൂയ. സന്തോഷമുള്ളവരെല്ലാം ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. हालेलुया. जो खुश हैं वो जोर से हालेलुया चिल्ला सकते हैं. നമ്മൾ 50ന്റെ നിറവിലെത്തിയേക്കുക. 50ന്റെ നിറവിൽ നമ്മൾ എത്തിയേക്കുക. तो हम 50वां सालगिरह में पहुंच चुके हैं. കർത്താവിൻ്റെ വിലയേറിയദാസൻ ആദരണീയനായ ബീച്ചാൻ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം ചെറുപ്പക്കാരാണ്. കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ഒരാളാണ് ഞാൻ. ഞങ്ങൾ ചെറുപ്പക്കാരായതുകൊണ്ട് ഞങ്ങൾ ഈ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. ക്രിക്കറ്റിനകത്തൊരു ചിന്തയുണ്ട്, 50 കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. तो जैसे कि पास्टर बिजू ने बताया कि हम लोग सब नौजवान हैं, तो नौजवान होने के कारण हम क्रिकेट सब कुछ बहुत पसंद करते हैं, और जब भी क्रिकेट खेलते हैं तो 50 हाफ सेंचुरी मारने के बाद हम अब तो बच गए. 50 കഴിയുമ്പോഴേ ഒരു പുഞ്ചിരി വരും ഞങ്ങൾക്ക്. जब 50 हो जाता है उसके बाद हमारे चेहरे पे एक मुस्कुराहट आ जाता है. നിങ്ങൾ ജയിച്ച കൂട്ടത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. जैसे आपने पैदा हुए वैसे नहीं है अभी हम. നല്ലൊരു പുഞ്ചിരിയോടെ തുടങ്ങിയാട്ടെ. तो आइए हम एक मुस्कुराहट के साथ शुरू करते ഈ हैं. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ വളരെ പ്രതിസന്ധിയിലായിരുന്നു. तो हम जानते हैं कि कुछ सालों से भारत में बहुत परेशानियां आई. കോവിഡ് കൊണ്ടുപോകാതെ, जिन लोगों को कोविड ने नहीं लेके गए, പ്രളയം കൊണ്ടുപോകാതെ, जो भूचाल वगैरह नहीं लेके गए, നിപ്പ കൊണ്ടുപോകാതെ, जो निपा है उनको भी नहीं लेके गए, ഓഗി കൊണ്ടുപോകാതെ, तो भी नहीं लेके गए. 2026ന്റെ പ്രാരംഭ ദിവസങ്ങളിൽ കാല് ചവിട്ടി നിൽക്കാൻ തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. तो इस 2026 में हमने कदम रखा है, उसके लिए परमेश्वर का धन्यवाद देते हैं. 50 ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഇന്ന് 5ാം പകല. ഇന്നത്തെ പ്രത്യേകത 5ന്റെ പകല, 5ാം പകല. तो मैं सोच रहा था कि आज तो 5वां दिन है, 5वां. 5ന്റെ അപ്പുറത്തൊരു 0 കൂടി ഇട്ട് 50 ആവും. तो अगर 5 के बगल में एक 0 डालेंगे तो 50 हो गया. 50ന്റെ മിനി വേർഷൻ ആണ് 5 എന്ന് കൂട്ടിക്കും. सो 50 का मिनी वर्जन है 5. 5 കൃപയെ കാണിക്കുന്ന സംഖ്യ. तो 5 परमेश्वर की दया को, करुणा को दिखाते हैं. ബൈബിൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, കൃപയുടെ ബഹുത്വത്താൽ ആലയത്തെങ്കിലേക്ക് ചെന്ന്
50-ാമത്തെ വർഷത്തെ കൺവെൻഷനിൽ ചെന്ന് അങ്ങയോടുള്ള ഭയഭക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർ സന്തോഷത്തോടെ ഇരിക്കുന്നു? तो वचन के हिसाब से परमेश्वर के अनुग्रह में भरकर इस कन्वेंशन में आएंगे तो परमेश्वर आशीष देगा. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന് ആദരണീയനായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലീഡർഷിപ്പ് നിര നമുക്കുണ്ട്. ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാരെ കൈക്ക് പിടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ നീണ്ട നിര നമുക്കുണ്ട് എന്നതിൽ അഭിമാനിക്കുന്ന എത്ര പേർക്ക് സന്തോഷമുണ്ട്? तो हम जानते हैं कि एक बहुत ही ब्लेसड एक लीडरशिप का रो पूरा है हमारे न्यू इंडिया चर्च ऑफ गॉड में. कितने लोग इसके लिए परमेश्वर का धन्यवाद देते हैं? ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ പ്രസിഡൻ്റായിരിക്കുന്ന ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവിനെ പോലെ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനെ പോലെ കാണുന്ന റവറൻ ഡോക്ടർ ആർ അബ്രഹാം പാസ്റ്റർ, ജനറൽ സെക്രട്ടറിയായി ഞങ്ങളുടെ എല്ലാം ബെഡാ ബായിയാണ്, ഞങ്ങളുടെയൊക്കെ ചേട്ടനാണ്. ഞങ്ങൾക്കെല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന, ഞങ്ങളെ ആത്മീയത്തിൽ മുന്നോട്ട് നയിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജനറൽ സെക്രട്ടറി പാസ്റ്റർ ബിജു തമ്പി അവർകൾ, GCCയുടെ ദീർഘനാളുകൾ അതിൻ്റെ പ്രസിഡൻ്റായ സേവനം അനുഷ്ഠിച്ച കർത്താവിൻ്റെ വിലദാസൻ റജി കുര്യൻ അവർകൾ, മുന്നിലിരിക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ്സിന്, കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സ്, ജനറൽ എക്സിക്യൂട്ടീവ്സ്, YPCയുടെ ജനറൽ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ആ നിലയിലുള്ള എല്ലാ വിശിഷ്ട, ഞങ്ങളെല്ലാം കുഞ്ഞു മക്കളാണ്, നിങ്ങളുടെ മക്കളാണ് ഞങ്ങളെല്ലാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, കരുതുന്ന, ശിക്ഷിക്കുന്ന, ഞങ്ങളെ ശിക്ഷണത്തിലൂടെ മുന്നോട്ട് നയിച്ച എല്ലാവരോടുള്ള ഹൃദയംഗമായ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. मैं यहाँ पे खड़े होके लीडरशिप को मैं धन्यवाद देना चाहता हूँ. स्पेशली हमारे जो प्रेसिडेंट हैं पास्टर आर अब्राहम और उसके साथ ही जिनको हम अपना बड़ा भाई मानते हैं, हमारे जो जनरल सेक्रेटरी हैं पास्टर बिजू तंबी, उसके साथ ही पास्टर रेजी कुरियन और सभी जो लीडरशिप है जिन्होंने हमें बचपन से ही हाथ पकड़कर चलना सिखाया और मसीह में आगे बढ़ा, उन सबको मैं धन्यवाद देता हूँ. എൻ്റെ വാക്കുകളെ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒത്തിരി പേരിൽ നിന്ന് ഒത്തിരി അനുഭവങ്ങളും സന്ദേശങ്ങളൊക്കെ നമുക്ക് കൈമാറാണ്ടുണ്ട്. 1-2 വാക്കുകൾ പറഞ്ഞോട്ടെ. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രാരംഭ സമയങ്ങളിൽ തമ്പിയപ്പച്ചൻ്റെ ദർശനത്തോട് തോളോട് തോള നിന്ന, അന്നത്തെ കൂടെ നിന്ന ആ പ്രിയ കുടുംബങ്ങളിൽ നിന്നുള്ള മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ദൈവം ഗൾഫിൻ്റെ രാജ്യങ്ങളിൽ അയച്ചു. അവരുടെ അന്നത്തെ കണ്ണുനീര്, കഷ്ടപ്പാട്, വിലാപങ്ങൾ എല്ലാം മാറ്റി ദൈവം ഒരു കൊയ്ത്തിൻ്റെ അനുഭവം നമുക്ക് തന്നിരിക്കുക. ഇന്ന് പകൽക്കാലം ആ സന്തോഷം കൂടെ നമ്മൾ പങ്കുവെക്കാനാണ് വന്നേക്കുന്നത്. ओके मैं यहाँ पे खड़े होके मैं स्मरण करता हूँ जो तंबी अप्पचन थे, उनके साथ मसीह में या मिनिस्ट्री में जो भी परिवार था, वो अभी उन जो परिवार बहुत सारी कठिनाइयों से गुजरा था, मगर अभी उन परिवार के जो बच्चे हैं, वो सब संतान हैं, वो अभी गल्फ के प्रदेश सब में हैं और वहाँ पे एक अच्छा सेवकाई कर रहे हैं. इसके लिए मैं परमेश्वर का धन्यवाद देना चाहता हूँ. കരുതിയ ദൈവത്തിന്, പ്രാർത്ഥിച്ച സഭയ്ക്ക്, പിന്തുണ നൽകിയ പ്രസ്ഥാനത്തിന്, അന്നോർത്ത് പ്രാർത്ഥിച്ച ദൈവദാസന്മാർക്കെല്ലാം കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിലൂടെ കടന്നു പോയപ്പം കരുതിയ സഭയും ദൈവദാസന്മാരെയൊക്കെ ഹോണർ ചെയ്തുകൊണ്ട് നല്ലൊരു സ്തോത്രം, നല്ലൊരു കൈയടിയൊക്കെ കൊടുത്ത് ദൈവത്തെ ഒന്ന് ബഹുമാനിച്ചു. ताकि हम उन परमेश्वर के दासों को और पूरी कलीसिया को जिन्होंने अभी तक हमें संभाला है उनको हम धन्यवाद करते हैं. 50 ഒത്തിരി പ്രത്യേകതയുണ്ട്. 1-2 കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കും. 50 AD 50 അപ്പോസ്തലനായ പൗലോസ് ഏഷ്യയിലും യൂറോപ്പിലും ഫസ്റ്റ് മിഷണറി ട്രിപ്പ് നടത്തിയത് AD 50. ഇന്ന് വരെ ന്യൂ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു മറ്റൊരു പദ്ധതിയാണ് ഈ സ്റ്റേജിൽ നടക്കുന്നത്. ഗ്ലോബൽ, അതായത് അപ്പോസ്തലനായ പൗലോസിന് ഗ്ലോബൽ വിഷൻ ലഭിച്ചത് AD 50. നമുക്ക് 50 പുതിയൊരു വിഷൻ ലഭിച്ചേക്കുക. और ये जो 50 है उसका एक बहुत एक स्पेशल है, क्योंकि जब हम बाइबल में देखते हैं कि AD 50 को ही प्रेरित पौलुस को दर्शन मिला और वो यूरोप की जगह पर जाके मिनिस्ट्री करना शुरू किया. उसी रीति से ये जो 50वां सालगिरह है, तभी हम एक नए पड़ाव में प्रवेश कर चुके हैं जहाँ पे हम एक ग्लोबल रीति से अपने मिशन को आगे बढ़ाएंगे. അപ്പോസ്തലനായ തോമസ്, നമുക്കറിയാമല്ലോ, തോമസ് ആണ് ഇന്ത്യയിലും കേരളത്തിലും വന്നത്. അദ്ദേഹം വന്നത് AD 50 और हम जानते हैं कि हम प्रेरित थॉमस के बारे में जानते हैं जो केरला में, जो भारत में आए, केरला में आए, और वो भी AD 50 के आसपास ही आए. കർത്താവിന്റെ ദാസൻ സ്റ്റീഫൻ പാസ്റ്റർ ഇന്നലെ രാത്രി പറഞ്ഞല്ലോ, 50 വന്നപ്പോഴാണ് ശിഷ്യന്മാർ ഏറിയിൽ മാത്രം ഒതുങ്ങി നിന്ന ശിഷ്യന്മാർക്ക് ഒരു ഗ്ലോബൽ വിഷൻ ലഭിച്ചത്. जैसे पिछली रात परमेश्वर के दास ने बोला कि जब 50वां दिन आया, तब जो अपने आप को सीमित रखा था उन प्रेरितों को एक ग्लोबल दर्शन मिला. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പഠനം നടത്തിയപ്പം ഏകദേശം 50 രാജ്യങ്ങളിൽ 195 രാജ്യങ്ങളുണ്ട്. അതിൽ 50 രാജ്യങ്ങളിൽ മലയാളികളുണ്ട്. അതിൽ ഏകദേശം ഒരു കണക്കെടുപ്പം 30 രാജ്യങ്ങളിൽ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന് ആളുകളുണ്ട്.
और जब कल हम हिसाब कर रहे थे उस समय 198 देशों में करीब 50 कंट्रीज में भारतीय हैं और मलयालीस हैं और उनमें से 30 राज्यों में न्यू इंडिया चर्च ऑफ गॉड का मिनिस्ट्री शुरू हो चुका നമ്മൾ है. പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ പോവുക. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നത് 50 രാജ്യങ്ങളിൽ കിടക്കുന്ന മലയാളി സമൂഹത്തെ ഈ 50-ാം നിറവിൽ നേടുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. 30 രാജ്യങ്ങളിൽ കിടക്കുന്ന നമ്മുടെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ അടുത്ത തലമുറ, നെക്സ്റ്റ് തലമുറ അവിടെ ഒരു വിപ്ലവം സംഭവിക്കട്ടെ, ഒരു റിവൈവലിന് വേണ്ടി ഒരുക്കട്ടെ എന്ന് എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. तो आइए हम प्रार्थना करेंगे 50 को लेकर, जहाँ पे 50 देशों में जो भारतीय जो मलयाली हैं वहाँ पे परमेश्वर का कार्य होने पाए. और उसके साथ ही हम प्रार्थना करेंगे कि 30 राज्यों में जहाँ पे न्यू इंडिया चर्च ऑफ गॉड का चर्च शुरू हो चुका है वहाँ पे एक रिवाइवल होने पाए. उन्हीं सब चीज़ों को लेकर हम प्रार्थना करें. യുകെയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ अगर मैं कुछ समय यूके में जो परमेश्वर कार्य कर रहे हैं उसके बारे में कुछ गवाहियाँ बताना നമ്മുടെ चाहूँगा. ആത്മീയ പിതാക്കന്മാരായ കർത്താവിൽ നിദ്ര കൊള്ളുന്ന പ്രിയ തമ്പിയപ്പച്ചനും പ്രിയ ബാബിച്ചാനും റബ്രാം പാസ്റ്ററും അവർ 80കളിൽ വന്ന് അവിടെ വിത്തെറിഞ്ഞു. और जब हम जानते हैं कि जो भी न्यू इंडिया चर्च ऑफ गॉड का शुरुआत किया है पास्टर वी ए तंबी और बाकी सब पासवान जो लीडरशिप में हैं, ആശയ്ക്ക് വിരോധമായിട്ട് ആശയോട് വിശ്വസിച്ച് അവർ ദൈവപ്രവർത്തികൾ പ്രതീക്ഷിച്ച് അവിടെ ചില കാര്യങ്ങൾ ചെയ്തു. और उन्होंने आशा के विपरीत आशा से उन्होंने विश्वास किया और बड़े चमत्कार उनके द्वारा हुए. പ്രിയ 88-ൽ ആണ് എനിക്ക് തോന്നുന്നു ആദ്യം ഒരു രജിസ്ട്രേഷൻ യുകെയുമായി ബന്ധപ്പെട്ട് നടക്കാനിട വന്നു. और 1988 में सबसे पहले यूके में രജിസ്ട്രേഷൻ हुआ. കാലങ്ങൾ മുന്നോട്ട് പോയി, പ്രത്യേകിച്ച് സൈലന്റ് പ്രവർത്തനങ്ങളായിരുന്നു ഉള്ളത്. നമ്മളെ പക്ഷേ ന്യൂ ഇന്ത്യയുടെ വിഷനും മിഷനും ഒക്കെ അവിടുത്തെ നല്ലവരായ ബ്രിട്ടീഷ് ജനത, യൂറോപ്യൻ ജനത നമ്മുടെ ആശയങ്ങളെയൊക്കെ ഉൾക്കൊള്ളുവാനും അവർക്ക് നമ്മളോടുള്ള സ്നേഹവും അടുപ്പവും ഒക്കെ തോന്നുവാൻ ആ കാലങ്ങൾ കഴിഞ്ഞു. और बहुत ही साइलेंट रूप से आगे बढ़ा. वहाँ पे जो लोग वहाँ पे रहते, जो फॉरेन में लोग रहते हैं, उन्होंने हमारे जो सिद्धांत हैं उन सबको स्वीकार किया. 2011-ലാണ് മറിയാമ്മ ആൻറ്റി യുകെയിൽ വരികയും ലണ്ടനിൽ നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫെനിൽ പോൾ, സ്നേഹ പോൾ അവരെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരുവാനും അവിടെ സ്നാനപ്പെടുത്തുവാനും പുതിയൊരു കുടുംബത്തെ അവിടെ ഒരു ചെറിയൊരു കൂട്ടായ്മയ്ക്ക് തുറക്കാനിട വന്നത്. और 2011 में जब मरियम आंटी वहाँ पे आए तो वहाँ पे एक परिवार मसीह में आया. നീണ്ട 13 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഈ വിത്തുകൾ പാകിയത് ഒരു റിവൈവലിലേക്ക് നമ്മളെ നയിക്കാനിട വന്നു. और 13 साल के बाद जो भी बीज वहाँ पे बोया गया था एक बड़ा क्रांति वहाँ पे लेके आया. 40 കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങളെപ്പോലുള്ള ന്യൂ ഇന്ത്യയുടെ കൊച്ചുമക്കൾ, അടുത്ത ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷൻ 2000-ൽ ഒരു വലിയേറ്റം, എന്താ പറയുക, ഒരു കുതിച്ചുകയറ്റം യൂറോപ്പിലേക്ക് യുകെയിലുണ്ടായ കൂട്ടത്തിൽ ഞങ്ങളിൽ പല ആളുകളും പാസ്റ്റർമാരുടെ മക്കൾ, നിങ്ങളിൽ പലരുടെയും മക്കൾ അവിടെ ഉണ്ട്. അവരെന്നെ 2 വാക്ക് പറയണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. तो 40 साल के बाद जो पोता, जो बच्चे हैं वो अभी लीडरशिप में आए हैं और बहुत सारे पिता माता लोग यहाँ पे भी हैं. 2024-ൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരള സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ ബോബൻ തോമസ് അവറുകൾ, ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ ബിജു തമ്പി അവറുകൾ യുകെയിൽ വരികയും ഞങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലൊന്ന് വിസിറ്റ് ചെയ്ത് ഞങ്ങളെ പല സഹോദരന്മാരും ദൈവദാസന്മാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനും പ്രാർത്ഥിക്കാനും വിഷൻ കാസ്റ്റിംഗ് നടത്തുവാനിട വന്നു. और उसके साथ ही 2024 में पास्टर बिजू तम्पी एंड पास्टर बोबन वहाँ पे आए थे और वहाँ पे जो भी पासवान है सबको मिला के एक अच्छा मीटिंग और विशेष कास्टिंग वहाँ पे हुआ था. അതിൻ്റെ അനന്തരഫലമായിട്ട് 2025 മാർച്ച് മാസത്തിൽ ഫസ്റ്റ് UK ആൻഡ് യൂറോപ്പിൻ്റെ 3 ദിവസത്തെ കോൺഫറൻസിൽ മാഞ്ചസ്റ്റർ വെച്ച് നടത്തുവാൻ ദൈവം സഹായിച്ചു. और उसी के साथ ही 3 दिन का पहला कॉन्फ्रेंस वहाँ पे रखा गया. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു തമ്പി പാസ്റ്റർ, അതുപോലെ തന്നെ അനീഷ് തോമസ് അവറുകൾ, ഹിൽസോങ്ങിൻ്റെ കർത്താവിൻ്റെ ദാസൻ ഗേരി ക്ലാർക്ക് എന്നിവരൊക്കെ ആ ദിവസങ്ങൾ മുഖ്യ സന്ദേശം നൽകാനിട വന്നു. और उस समय पास्टर बिजू थॉमस और गेली क्लार्क जो हिलसोंग के हैं सब लोग वहाँ पे आके वहाँ पे संदेश को दिए. YPCയുടെ ആദ്യത്തെ ക്യാമ്പ് ജൂലൈ മാസത്തിൽ നടക്കാനിട വന്നു. ജനറൽ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, അവരുടെ പേരുകൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ചു വിടുകയാണ്. അവർ വന്ന് അവിടെ 3 ദിവസത്തെ ക്യാമ്പ് നടക്കാനിട വന്നു. और YPC के जो जनरल सेक्रेटरी हैं वहाँ पे आए और 3 दिन का कैंप भी वहाँ पे लगाया गया. സെപ്റ്റംബർ മാസം 1-ാം തീയതി കർത്താവിൽ കർത്താവിൻ ദാസൻ സഭാ പ്രസിഡന്റ് അബ്രഹാം പാസ്റ്റർ മാഞ്ചസ്റ്റർ വരികയും അവിടെ ലീഡേഴ്സ് മീറ്റിംഗ്, പാസ്റ്റേഴ്സിൻ്റെ ലീഡേഴ്സിൻ്റെ മീറ്റിംഗ് നടത്താനിട വന്നു. और पासवर्ड भी वहाँ पे आके एक लीडरशिप मीटिंग मैनचेस्टर में हुआ.
ഞങ്ങളിങ്ങനെ ഒരു കാര്യം അറിഞ്ഞു. കഴിഞ്ഞ 2025 കൺവെൻഷന് സഭ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. 50 കൊല്ലം 50 സഭകൾ എന്നുള്ള ദൗത്യം ഞങ്ങളുടെ പിതാക്കന്മാരെടുത്തു എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ലഭിക്കാനിട വന്നു. और उसके साथ ही हमें एक इन्फॉर्मेशन मिला कि हमारे जो पूर्वज थे उन्होंने बोला था 50 साल 50 शहर. ഞങ്ങൾ ഈ നടന്ന മീറ്റിങ്ങുകൾക്കെല്ലാം ലേഡീസ് കോൺഫറൻസ് നടന്നു, ഒത്തിരി മീറ്റിങ്ങുകൾ, പ്രൊമോഷൻ മീറ്റിങ്ങുകൾ നടന്നു. സ്കോട്ട്ലൻഡിലും വെയിൽസിലും ഒക്കെ പോയി അവിടെയൊക്കെ ഉണർവ് മീറ്റിങ്ങുകൾ നടത്താനായിട്ട് വന്നു, പ്രെയർ കോൺഫറൻസുകൾ നടത്താനുണ്ട്. ആ പ്രെയർ കോൺഫറൻസ് മീറ്റിങ്ങിലെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ പിതാക്കന്മാരെടുത്ത 50 വർഷത്തെ 50-ാം കൊല്ലത്തെ 50 സഭകളിൽ കുറച്ച് സഭകളെങ്കിലും കൂടെ ഞങ്ങൾക്ക് ഇവിടുന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ. വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് UK ആൻഡ് യൂറോപ്പ്. അതുകൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ നടത്താൻ കർത്താവ് ഞങ്ങളോട് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കാനിട വന്നു. तो इन सब मीटिंगों में हम यही प्रार्थना था कि 50 साल और 50 कलीसिया वहाँ पे होने पाए, क्योंकि वहाँ का जो माहौल था बहुत ड्राई था, मगर परमेश्वर अभी वहाँ पे कार्य कर रहा है. ആ പ്രാർത്ഥന, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ കർത്താവ് കേൾക്കാനിട വന്നു. और आप लोगों को जो प्रार्थना है, जो आपने जो प्रार्थना करके सहायता की है, परमेश्वर आपका प्रार्थना को सुना. ഏകദേശം 23 ദൈവദാസന്മാരും സഭകളും ഇന്ന് UK ആൻഡ് യൂറോപ്പിൽ നമുക്ക് തന്നിട്ടുണ്ട്. तो आज UK में 23 कलीसिया और 23 पासवान हैं. കർത്താവ് ഞങ്ങൾ അത്ഭുതകരമായിട്ട് വഴി നടത്തുന്നു. परमेश्वर हमें बेहतरीन रूप से आगे बढ़ा रहा है. ലണ്ടനിൽ തന്നെ 3 സഭകളുണ്ട് നമുക്ക്. लंदन में 3 कलीसियाएं हैं. മാഞ്ചസ്റ്ററിൽ 3 സഭകളുണ്ട്. मैनचेस्टर में 3 कलीसियाएं हैं. ട്രഡീഷണൽ മലയാളം കൾച്ചറിൽ നിൽക്കുന്ന സഭകൾ മാത്രമല്ല, മൾട്ടി ലിംഗൽ റൊമേനിയൻസും പിന്നെ റഷ്യക്കാരും ചൈനക്കാരൊക്കെ കൂടുന്ന സഭ നമുക്ക് തന്നോടെ. ट्रेडिशनल मलयालम द स्टाइल का चर्च ही नहीं, मगर रोमेनिया से आए हुए लोग, ऐसे दूसरे देशों से लोग आए भी ज्वाइन करने वाले कलीसिया. മലയാളം സഭകൾ, മൾട്ടി ലിംഗ്വൽ സഭകൾ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് സഭ, ബ്രിട്ടീഷുകാർ അടങ്ങുന്ന സഭയും നമുക്ക് തന്നിട്ടുണ്ട്. और उसके साथ ही इंग्लिश स्पीकिंग जो ब्रिटिश वहाँ पे आते हैं, ऐसा कलीसिया भी हमारा है. ഞാനൊരു അനുഭവം കൂടെ പറഞ്ഞിട്ട് ആയിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രത്തോളം ദൈവം ഞങ്ങളെ വിശാലമാക്കി ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ചില വെല്ലുവിളികളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നു. एक छोटी सी गवाही मैं बताना चाहूँगा कि इतना सब कुछ परमेश्वर हमें आगे बढ़ा है, मगर एक चुनौती मेरे जीवन में आया. ഫസ്റ്റ് കോൺഫറൻസ് നടക്കുന്നതിൻ്റെ അന്ന് തലേന്ന് വരെ ഞാൻ എൻ്റെ വൈഫുമായിട്ട് 7 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. तो जो पहला कॉन्फ्रेंस होने वाला था उससे 7 दिन पहले तक मैं अपनी पत्नी के साथ हॉस्पिटल में ഡ്യൂറിംഗ് ദ एडमिट था. പ്രഗ്നൻസി മുഴുവൻ വളരെ പ്രയാസത്തിലും വേദനയിലും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുന്ന സാഹചര്യം ഉണ്ടാകേണ്ടി വന്നു. और जो प्रेगनेंसी था उसके द्वारा बहुत बार हॉस्पिटल में एडमिट होना ഈ पड़ा. കോൺഫറൻസിൻ്റെ പിറ്റേന്ന് ഡോക്ടർമാരൊരു സംഘം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിന് ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞിന് പ്രോബ്ലം എന്നാന്ന് ചോദിച്ചാൽ, കുഞ്ഞിന് 2 കൈയും 2 കാലും ഇല്ലാത്ത കുഞ്ഞാണ് നിങ്ങളുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞെന്ന് പറയാനിട വന്നു. तो जब कॉन्फ्रेंस का दूसरा दिन हुआ, उस समय जो डॉक्टर्स है उन्होंने हमें कॉल करके मुझे मेरी पत्नी को बोला, जो गर्भ में जो बच्चा है उस बच्चे का ना ही दोनों हाथ है और दोनों पैर भी नहीं है. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇങ്ങനൊരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ എൻ്റെ യേശു രക്ഷകനാണെന്ന് വിളിച്ചു പറയും, എൻ്റെ ഗോഡ് മിറാക്കിൾ ഗോഡാണെന്ന് വിളിച്ചു പറയും? ഞാനൊരു വലിയ പ്രതിസന്ധി കൂടെ കടന്നു പോകുകയായിരുന്നു. तो उस समय मैंने परमेश्वर, ऐसी परिस्थिति में मैं कैसे दुनिया को बोल सकता हूं कि हमारा परमेश्वर जीवता परमेश्वर है. കർത്താവിന്റെ ദാസൻ ബിജു പാഷനും കുടുംബവും ബിച്ചാനും കുടുംബവും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കിടന്ന് പ്രാർത്ഥിച്ചു. മണിക്കൂറുകൾക്കകത്ത് കുഞ്ഞിന് വൈഫിന് ഉദരത്തിനകത്തെ വേദന മാറി. ഞങ്ങൾ വീട്ടിൽ വന്നു. और उस समय पास्टर बिजू परिवार के साथ हॉस्पिटल में उन्होंने प्रार्थना किया, और कुछ ही समय के अंतर मेरी पत्नी का जो दर्द था पेट में वो कम हुआ और हम घर में वापस आए. ഡ്യൂറിംഗ് ദ പ്രഗ്നൻസിയിൽ വൈഫിന് ജോലിയില്ല, വൈഫിൻ്റെ സൈഡിൽ നിന്നുള്ള വരുമാനം എനിക്കില്ല, വളരെ സ്ട്രഗ്ലിങ്ങോടെ കൂടെ കടന്നു പോകുന്നു. അപ്പോഴാണ് വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് എന്നെ സസ്പെൻഡും കൂടെ ചെയ്തേക്കുക. और प्रेगनेंसी के कारण अभी उस समय मेरी वाइफ काम में नहीं जाती थी, तो वो सैलरी नहीं हो रहा था, वहाँ से आमदनी नहीं हो रहा था. जब मैं घर में वापस आया तब मुझे पता चला कि मैं जहाँ पे काम करता वहाँ से मुझे सस्पेंड कर दिया. തകർന്ന തരിപ്പടമായിട്ടാണ് അന്ന് രാത്രിയിൽ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് UK ആൻഡ് യൂറോപ്പിൻ്റെ ഫസ്റ്റ് കോൺഫറൻസ് ഫസ്റ്റ് ഡേയിൽ ലീഡ് ചെയ്യാൻ നിന്നത്. तो ऐसे ही पूर्ण रूप से टूट चुका था, बिखर चुका था. ऐसी परिस्थिति में मैं पहले दिन वो कॉन्फ्रेंस को मैंने लीड किया. ഞാൻ ചുരുക്കത്തിൽ പറയട്ടെ, अगर मैं संक्षिप्त रूप से बोलूंगा तो എൻ്റെ കുഞ്ഞ് ജനിക്കാനിട വന്നു. मेरा बच्चा पैदा हुआ മെഡിക്കൽ ശാസ്ത്രത്തെ തോൽപ്പിച്ചുകൊണ്ട്, और वो मेडिकल को हराते हुए, ഡോക്ടർമാർ പറഞ്ഞ വിധിയെ തോൽപ്പിച്ചുകൊണ്ട്, वो जो डॉक्टर ने जो निर्णय दिया था उसको 2 हराते हुए, കൈയും 2 കാലുമുള്ള കുഞ്ഞിനെ കർത്താവ് എനിക്ക് ദാനമായി നൽകി. परमेश्वर ने दोनों हाथ और दोनों पैर
वाले बच्चे को मुझे दिया। 50-ാം കൊല്ലം ഞങ്ങളുടെ കുടുംബമായിട്ട് ആ കുഞ്ഞിനെയും കൊണ്ടാണ് വന്നേക്കുന്നത്. तो ये जो 50वें साल में जब हम आए वो बच्चे को लेके आज हम यहाँ पे आए। YPCയുടെ ക്യാമ്പിന് ഞങ്ങൾ പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞൊന്ന് താഴെ പോയി. और जब कैंप में गए थे वो बच्चा मेरे हाथ से नीचे गिर गया। ബിനിച്ചാനും പാസ്റ്റർ ടിപ്സൺ ഉൾപ്പെടെയുള്ളവരും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. और उस समय पास्टर बिजू और पास्टर टिप्सन ने मैं बच्चे के लिए प्रार्थना किया। എൻ്റെ പാൻറ്റും എൻ്റെ കോട്ടെല്ലാം കീറിപ്പോയി. കുഞ്ഞിനെ എടുത്ത് നോക്കിയപ്പോൾ കുഞ്ഞിന് അനക്കമില്ല, ഒരു ഞരക്കം മാത്രമേ ഉള്ളൂ. मेरा कोट पूरा फट चुका था और जब मैं बच्चे को उठा के देखा तो उसको बच्चा सांस नहीं था। ഓടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു തലയിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ആണ്, കുഞ്ഞിൻ്റെ BP എല്ലാം കൂടുതലാണ്, ഓക്സിജൻ ലെവൽ ഡൗൺ ആണ്, അതുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ പറ്റത്തില്ല, അടുത്ത ഹോസ്പിറ്റലിലോട്ട് പൊക്കോ, കുഞ്ഞ് PKR നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. तो जब हॉस्पिटल में लेके गए तब डॉक्टर ने बोला कि इंटरनल ब्लीडिंग हो रहा है, बच्चे का बचना नामुमकिन है, दूसरे हॉस्पिटल में लेके जाओ। ആംബുലൻസിന് വരാനൊന്നും വെയിറ്റ് ചെയ്തെന്നില്ല. UK നിയമം അറിയാം, അവിടെ ഇങ്ങനൊന്നും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് റോഡിൽ കൂടെ പറന്നൊന്നും ഓടാൻ പറ്റത്തില്ല. പക്ഷേ അന്ന് എന്നേക്കാൾ ജീവനേക്കാൾ വില എൻ്റെ കുഞ്ഞിൻ്റെ വില, ജീവൻ്റെ വില ആയതുകൊണ്ട് ഞാൻ പറന്നു പോകാനായിട്ട് വന്നു. तो उस समय कोई एम्बुलेंस का वेट नहीं किया और वहाँ के नियम के अनुसार हम हाई स्पीड में गाड़ी नहीं चला सकते, मगर मेरे लिए मेरे बच्चे का जीवन बड़ा था, इसलिए कुछ भी ना देखते हुए मैंने गाड़ी तेजी से हॉस्पिटल में അനക്കമില്ലാത്ത കുഞ്ഞിനെ എൻ്റെ വൈഫ് തട്ടി നോക്കിയും കുലുക്കി നോക്കിയൊക്കെ വണ്ടിക്കകത്തിരുന്ന് കരയാൻ തുടങ്ങിയവള്. तो उस समय मेरी जो पत्नी के हाथ में मेरा बच्चा था तो मेरी पत्नी उसको हिलाती डुलाती थी और रो रही थी। വണ്ടിക്കകത്ത് അഭിഷേകത്തിന് അന്യഭാഷ ഞങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. तो उस समय अन्य भाषा में गाड़ी में ही हम ഒരു അറ്റ്മോസ്ഫിയർ വണ്ടിക്കകത്ത് വെളിപ്പെട്ടു. तो एक एटमॉस्फेयर गाड़ी के अंदर ही हुआ। കുറച്ച് കഴിഞ്ഞപ്പോൾ അകത്ത് ഇങ്ങനെ ഒരു പാട്ടിന് വരുന്ന പാതാളമേ മരണമേ നിന്റെ ജയം എവിടെ. तो उसी समय एक गाना मन में आए कि हे नरक, हे मृत्यु, तेरा जय कहाँ है। കുഞ്ഞാട്ടിൻ നിളം കോട്ട തന്റെ ഭക്തർക്ക് സംഹാരകൻ ഗെറ്റ് ഔട്ട്. और जिस परमेश्वर के दासों के ऊपर जो मेमने का लहू है उसके ऊपर किसी का कोई जोर नहीं। പറന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പം 30 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള സർജൻ ഇറങ്ങി വന്നേക്കോ. കാരണം ആ ഹോസ്പിറ്റലിൽ ഇൻഫർമേഷൻ ഈ ഹോസ്പിറ്റലിൽ കൊടുത്തു, ഇങ്ങനെ ഒരു കുഞ്ഞിനെയും കൊണ്ട് വരുന്ന ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റൽ യൂണിറ്റ് എല്ലാം റെഡി ആയിട്ട് നിൽക്കുക. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവർ കുഞ്ഞിനെ കൈകളിലെടുത്ത് നേരെ റൂമിലേക്ക് കൊണ്ടുപോയി. और पहले से ही उस हॉस्पिटल से इंफॉर्मेशन पास कर दिया, इसलिए जब वहाँ पे सब कुछ अरेंजमेंट हो चुका था और 30 साल का एक्सपीरियंस एक डॉक्टर भी वहाँ पे ऑपरेशन के लिए रेडी खड़ा था। ഞങ്ങൾ ഈ പാട്ട് പാടിയപ്പോൾ തന്നെ കുഞ്ഞ് കരഞ്ഞായിരുന്നു, കുഞ്ഞ് അനങ്ങിയായിരുന്നു, കുഞ്ഞ് പാല് കുടിക്കാൻ തുടങ്ങിയായിരുന്നു. और जब हमने ये गाना गाया तभी जो बच्चा है वो रोना शुरू किया और वो दूध पीना भी शुरू कर दिया। ഡോക്ടർ തിരിച്ചും മറിച്ചും തിരിച്ചെല്ലാം ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോട എവിടാ ഉള്ള, നീ മോട ഉണ്ടെന്നല്ലേ പറഞ്ഞ, എവിടാ മോടാന്ന്. तो उस समय डॉक्टर ने उस बच्चे को लिया और इधर उधर सब देखा, कहाँ पे लगा है, कहाँ पे है चोट। ഞാനും വൈഫും മാറി തപ്പി നോക്കിട്ട് അങ്ങനെ ഒരു മുട കാണുന്നില്ല. तो मैंने और मेरी पत्नी ने सर पूरा देखा मगर वहाँ पे चोट दिखाई नहीं दिया। ഡോക്ടർ പറഞ്ഞു 30 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആളാ ഞാൻ, ഈ കൊച്ചു താഴ്വണ്ടിൽ നീ സ്വപ്നം കണ്ടതായിരിക്കുമെന്ന്. तो उन्होंने बोला 30 साल का एक्सपीरियंस वाला डॉक्टर हूँ मैं, ये बच्चा नीचे गिरा, तुमने शायद सपना देखा होगा। ഡോക്ടർ എന്റെ കയ്യും കാലും കൊണ്ട് കോട്ട് കീറിയിരിക്കുന്നുണ്ട്, ഇത്രയും കട്ടിയുള്ള കോട്ട് വീണെങ്കിൽ അതിന്റെ വീഴ്ചയുടെ ആഴം എത്ര, താഴെ നിന്ന് പറക്കിക്കൊണ്ടെന്ന് കൊച്ചിനെ എനിക്കറിയാമല്ലോ. ഡോക്ടർ പറഞ്ഞു ഒരു പൊടി പോലും ഈ കൊച്ചിന് ദേഹത്തില്ലെന്ന്. तो उन्होंने बोला कि देखो कितने ऊंचाई से गिरा, कितना शक्ति से वो गया, मेरा पूरा कोट भी फट गया। फिर डॉक्टर बोल रहा है कि एक अंदर धूल भी उसके ऊपर नहीं है। മിനിസ്ട്രിയില് തകർക്കാൻ പിശാച് പദ്ധതി ഇടുന്നിടത്ത ദൈവം വളർത്തുന്നത്. और जहाँ पे शैतान मिनिस्ट्री में तबाह करने के लिए सोचता है वहाँ पे परमेश्वर बढ़ाता है। ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റാൻ പത്രോസിനെ തകർക്കാൻ പിശാച് പദ്ധതി ഇട്ടത് കൊണ്ട് സഭയ്ക്ക് അടിസ്ഥാനമായ പാറയാവനായി മാറിയത്. जैसे आटा छानते हैं वैसे ही शैतान साहब छानने के लिए होगा, मगर वहां पे भी परमेश्वर आपको उठाएगा। 50 വർഷത്തിൽ ഈ ലോക രാജ്യങ്ങളെ ചലിപ്പിക്കുന്ന ഗ്ലോബൽ മൂവ്മെന്റിന് വേണ്ടി നമുക്ക് എഴുന്നേൽക്കാം. तो आइए इस 50वें साल में पूरी दुनिया को हिलाने वाला इस ग्लोबल मूवमेंट के लिए हम प्रार्थना करें। കാല് കല്ലിൽ തട്ടാതിരിക്കാൻ ദൂതനെ കൽപ്പിച്ചാക്കുന്ന കർത്താവ്. जब मैं ये सब सुन रहा था तब मुझे वचन याद आया कि परमेश्वर ने अपने दूतों को नियमित किया ताकि हमारे पैर पत्थर से ना टकराए। നമ്മൾ ആര് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാറിൽ പോകുന്നതിനെ പറ്റി പ്രാർത്ഥിക്കും, ജോലിയെ പറ്റി പ്രാർത്ഥിക്കും, ഫ്ലൈറ്റിൽ പോകുന്നതിനെ പറ്റി പ്രാർത്ഥിക്കും. ഏതായാലും ഒരു കല്ലിനെ കുറിച്ച് കൺസേൺ ഒന്നും നമുക്കില്ല, പക്ഷെ ആ കല്ലിനെ കുറിച്ച് പോലും കൺസേൺ ഉള്ള കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. जब हम घर से निकलते हैं हम अपनी यात्रा के लिए प्रार्थना करते हैं, अगर हवाई जहाज में जाते हैं उस हवाई जहाज के लिए प्रार्थना करते हैं, जिस कार्य के लिए हम जाते हैं उस कार्य के लिए भी प्रार्थना करते हैं, मगर पत्थर के लिए हम प्रार्थना नहीं करते। मगर परमेश्वर वो भी देखता है कि क्या कोई पत्थर आपके पैर में लग रहा है कि नहीं।